ആൻഡ് വെൽക്കം ബാക്ക് ടു ലക്ഷ്മീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബോട്ടിൽ ആർട്ടാണ് എൻ്റെ ടീം. അപ്പോൾ ഇത് ഓൾ ഇൻ വൺ ബോട്ടിൽ ആർട്ടാണ്. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാം, ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാം, ലൗഡ് വൺസിന് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഓൾ ഇൻ വൺ ആണ്. അത് മാത്രമല്ല ഇതിൽ കാണിക്കാൻ പോണ ഒരു ഡെക്കോ പേജ് ടിഷ്യൂ ഇല്ലാതെ ഡെക്കോ പേജ് എങ്ങനെ ചെയ്യാമെന്നും കൂടിയാണ് കാണിച്ചു തരുന്നത്. പിന്നെ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളൊരു ഈ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കഴുകി സ്റ്റിക്കറെല്ലാം പൊളിച്ച് നല്ല വൃത്തിയായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇത് ഉണക്കിയെടുക്കണം ഇനി നമുക്ക്. അപ്പോൾ ഇത് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളേഴ്സ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വൈറ്റ് തന്നെയാണ് ഇത് വേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ വൈറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അക്രിലിക് കളറോ ഫാബ്രിക് കളറോ യൂസ് ചെയ്യാം. സ്പ്രേ പെയിന്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഉണങ്ങാൻ വെക്കുന്ന ടൈമും കൊണ്ട് നമുക്കിനി ഒരു നമ്മുടെ ഇതാക്കാം. ഞാൻ പറഞ്ഞു ഞാനിവിടെ തീർന്നൊരു ബുക്കാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഡെക്കോ പേജ് ടിഷ്യൂ ഇല്ലാതെ ഡെക്കോ പേജ് എങ്ങനെ ചെയ്യാന്നാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ബുക്കിൻ്റെ ചട്ട നല്ല രസമുള്ളൊരു ഹാർട്ട് ഷേപ്പിനെയാണ്. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അതിൻ്റെ നമ്മൾ ചട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു സാധനമായിരിക്കും. പക്ഷെ ഡെക്കോ പേജ് ടിഷ്യൂ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് പൊളിച്ചെടുക്കണം നമുക്ക്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിട്ട് കിട്ടുമ്പോൾ നിങ്ങളത് കീറാതെ പൊളിച്ചെടുക്കണം. ഇത് കണ്ടോ, അങ്ങനെ പൊളിച്ചെടുക്കണം. അപ്പം ഞാനിതവിടെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പ്രിന്റ് ഔട്ട്സും ഇതൊക്കെ കളയണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഐഡിയ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എവിടെയാണോ കീറേണ്ടത് അതിൽ കൂടെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ പേപ്പർ നനച്ചെടുക്കുക. ഡിസൈൻ ഇല്ലാത്ത ഭാഗം എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈനിന്റെ മുകളിലത്തെ ഗ്ലൈസിങ് പോവും. അപ്പം എന്നിട്ട് ആ കൈ വെച്ച് ഇങ്ങനെ കീറി കഴിഞ്ഞാൽ കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം എടുത്ത് ചെയ്തെടുക്കണം. വെള്ളം നന്നായി വെറ്റ് ചെയ്ത് വേണം ചെയ്തെടുക്കാൻ. അപ്പം ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഒട്ടിച്ചെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പം ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ എടുക്കണം. അപ്പം നമുക്ക് വേറെ എവിടെ. അപ്പം ഞാനിവിടെ ഈ ബോട്ടിൽ നല്ലോണം ഉണക്കിയെടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ നോട്ട് ചെയ്തത്. ഞാൻ പിന്നെ ഡെക്കോ പേജ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, മോട്ട് പോജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാ ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ 1:1 റേഷ്യോയിൽ ഗ്ലൂവും വെള്ളവും എടുത്തിട്ട് ചെയ്യാം. 1:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 സ്പൂണും പിന്നെ 1 ടീസ്പൂൺ വെള്ളവും 1 ടീസ്പൂൺ ഗ്ലൂവും. അപ്പം ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം ഞാനത് ഗ്ലൂ അപ്ലൈ ചെയ്യാണ് ഇപ്പം. അപ്പം ഞാൻ ഇതിവിടെ ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പേപ്പറും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ ഇങ്ങനെ ഒട്ടിച്ച് നല്ലോണം എന്ന് വെച്ചാൽ പതിപ്പിച്ചൊട്ടിക്കണം, അങ്ങനെയാണ് പറയാൻ. നമ്മൾ പതിപ്പിച്ചൊട്ടിച്ചാലേ അത് വൃത്തിയാവുള്ളൂ. എന്നാലാണ് അത് ഡെക്കോ പേജ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് അപ്ലൈ ചെയ്ത് അത് കാണാതെ ആക്കണം, എന്നാലേ ശരിയാക്കുള്ളൂ. അപ്പം ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കാണാത്ത രീതിയിൽ. ഇനി നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഉണക്കിയെടുക്കണം. നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അത് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 5 സെന്റിമീറ്റർ ഡയാമീറ്ററിൽ പിന്നെ 2.5 റേഡിയസ് അങ്ങനെയാണ് ഞാൻ ഈ സർക്കിൾ എടുത്തേക്കുന്നത്. ഈ സർക്കിളിനെ ഞാൻ 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്പോസിറ്റ് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ ഓരോ ഈക്വൽ പാർട്ടിൽ നിന്നും പിന്നെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 8 പാർട്സ് ആയിട്ട് കിട്ടും. 8 ഈക്വൽ പാർട്സ് ആയി കിട്ടണം നമുക്ക്. ഈക്വൽ ആയിരിക്കണം എല്ലാം. ഇനിയിപ്പം നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ആ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നടുക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആ സൈഡിൽ കൂടിയും ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തു. അപ്പൊ ഇതേ രീതിയിൽ ഞാൻ എല്ലാം ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ എല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നേരെ റൊട്ടേറ്റ് ചെയ്യുക ഫ്ലവറിനെ, അല്ലെങ്കിൽ ആ സർക്കിളിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതുണ്ട്. ക്യാമറ കണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്തൊക്കെ ഇങ്ങനൊരു ഇത് വരുന്നുണ്ട്. ആ പീസിനെ ജസ്റ്റ് ഒന്നും കൂടി കർവ് ചെയ്യുക. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പെറ്റൽ കിട്ടി. പിന്നെ ആ സൈഡും കൂടി അങ്ങനെ ഷേപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പെറ്റലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ഷേപ്പാണ് നമുക്ക് കിട്ടുക. ഹാർട്ട് ഷേപ്പിന്റെ തീം ആയതുകൊണ്ടാണ് ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ള ഫ്ലവർ തന്നെ തിരഞ്ഞെടുത്തത്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ മുമ്പിലുള്ള എല്ലാ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കണം. വൈറ്റ് ആയിട്ട് വെച്ചാൽ ആ ബോട്ടിലിൻ്റെ ഇതും ലുക്കും പോകുമല്ലോ. അപ്പം അതിന് ചേരുന്നൊരു കളർ നല്ല ഡാർക്കും ഇതും ആയത് റെഡാണെന്ന് തോന്നി. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ക്രിംസൺ റെഡാണ്. അപ്പോൾ വാട്ടർ കൂടുതലായിപ്പോയതുകൊണ്ട് എൻ്റെ ചെറിയൊരു ലൈറ്റ് റോസിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അത്രയും ഡാർക്കായിട്ട് വന്നില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്ന ക്രിംസൺ റെഡാണ്, പക്ഷെ ഒരു റോസ് കളർ ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. എന്നാലും അത് നല്ല രസമായിരിക്കും ബോട്ടലിലേക്ക്. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ കളർ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഞാനിവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. വാട്ടർ കളർ കേക്ക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളർ ട്യൂബ്സ് യൂസ് ചെയ്യാം, പിന്നെ അക്രിലിക് കളർ, ഫാബ്രിക് കളർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയല്യൂട്ട് ചെയ്തിട്ട് നല്ല ലൈറ്റായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം അടിക്കാൻ. ഇല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവാനും ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇത് ഒരു ബ്രഷിന്റെ നല്ല ഒരു ഇത് വരും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിന്റെ ലൈൻസ് അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഡയല്യൂട്ട് ചെയ്ത് അടിക്കുമ്പോഴാണ് നന്നാവുക. കാരണം നല്ലോണം എന്ന് വെച്ചാൽ വെള്ളം ആഡ് ചെയ്തിട്ട് അക്രിലിക് കളറിന്റെ അതേ കൺസിസ്റ്റൻസിൽ അടിക്കരുത്. അപ്പം ഞാനിതിവിടെ മുഴുവൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫോം പാഡാണ്, പിന്നെ ഗ്രൂഗോൾ ടൂള്, ഹോം മെയ്ഡ് ബോൾ ടൂൾസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഹോം മെയ്ഡ് ബോൾ ടൂൾസ് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ള വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരതൊന്ന് പോയി കാണുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് ഫ്ലവറിന്റെ ആ ഹാർട്ട് ഷേപ്പിന്റെ നടുക്കി കൂടെ ഓരോ ഫ്ലവർ പെറ്റലും ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ. അപ്പം ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഞാൻ എല്ലാ ഫ്ലവേഴ്സും ഷേപ്പ് എടുക്കുകയാണ്, ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് എല്ലാ ഫ്ലവേഴ്സും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ റൊട്ടേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നടുക്ക് പിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, സെയിം ഇതിൽ ചെയ്യരുത്. റൊട്ടേറ്റ് ചെയ്തിട്ട് പിൻ ചെയ്തെടുക്കുക. അപ്പം എല്ലാം പ്രിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നടുക്ക് ഞാൻ ഇത്തിരി ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ ലെയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാം കൂട്ടി ഒട്ടിക്കണം. ആദ്യം 2 വലുതാണ് ഒട്ടിച്ചേക്കണത്. ഇനിയിപ്പം അതൊന്ന് ജസ്റ്റ് ഒരു ബോൾ ടൂൾ യൂസ് ചെയ്തിട്ട് അതൊന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഗ്ലൂ ആഡ് ചെയ്യുക. ബാക്കി 2 എണ്ണം കൂടി ലെയർ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇവിടെ ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ് പേപ്പർ. കാരണം നമ്മൾ വാട്ടർ കളർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും പേപ്പർ വെറ്റായിരിക്കും. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഉണങ്ങിയതിന് ശേഷം തന്നെയാണ് ചെയ്തത്. അപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സോഫ്റ്റ് ഓറിയന്റൽ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓൺലൈൻ വഴി വരുത്തിയതാണ്. അത് ആമസോണിൽ കിട്ടും. അപ്പം ഞാനത് അതിൽ വരുത്തിയോണ്ട് ആ പേപ്പർ കുറച്ച് സോഫ്റ്റാണ്. അപ്പം ഞാനത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഹാഫ് കട്ട് പേളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പല സൈസും കിട്ടും. ചെറിയ സൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഫ്ലവർ ഇതാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഫ്ലവർ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഞാൻ യൂസ് ചെയ്ത പേപ്പർ നിങ്ങൾക്ക് സാധാ A4 ഷീറ്റ് യൂസ് ചെയ്യാം. വെറും കളർ പേപ്പർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് ചെയ്തെടുക്കുക. ഞാൻ സോഫ്റ്റ് ഓറിയന്റൽ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര സോഫ്റ്റാണ്. അതേ രീതിയിൽ ഇപ്പം ഞാൻ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പിന്നെ ഒരു പേർപ്പിൾ കളറിൽ 3 കുഞ്ഞി ഫ്ലവേഴ്സ്, ഫില്ലർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കിയത്. പിന്നെ ലൈറ്റ് ഗ്രീൻ കളറിൽ കുറച്ച് ലീവ്സും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഫ്ലവർ സിമ്പിൾ ഒരു ഒറ്റ ലെയറുള്ള ഒറ്റ ഫ്ലവർ വെച്ചിട്ട് ഒരു ഫ്ലവർ ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കീറിപ്പോയത് കാരണം ഞാൻ ഇത് ഒട്ടിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിങ്ങനെ കൂട്ടിയായിരിക്കും ഒട്ടിക്കുക. അതിൻ്റെ നടുക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും. അത് ഇത്ര പെട്ടെന്ന് ബോട്ടിൽ ഒട്ടിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കുന്നതിന് മുൻപ് നമ്മുടെ ബോട്ടിലൊക്കെ കുറച്ച് സൈഡും ഒരു ബാക്ക് സൈഡും മുകളിലൊക്കെ ഇത്തിരി വെറും പ്ലെയിൻ ആയി കിടക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇത് ഒട്ടിച്ചെടുത്തേക്കണ സാധനമാണ് നോക്കുമ്പോൾ. അതുകൊണ്ട് ഞാനിവിടെ ക്രിംസൺ റെഡ് സെയിം കളർ എടുത്തിട്ടുണ്ട്. ക്രിംസൺ റെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് 00 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. 00 ഫാബ്രിക് കാസ്റ്റലിന്റെ ബ്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല. ആ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് എന്താ പറയുക വരച്ചെടുക്കാം. ഒരു ചെറിയ ഹാർട്ട് ഷേപ്സ് ആയിട്ട് വരച്ചെടുക്കാം. വേറെ ഒന്നും ഇതങ്ങനെ ചെറിയ ഹാർട്ട് ഷേപ്സ് ആയിട്ട്
അവിടെ എവിടെയും വരച്ചെടുക്കുക. അപ്പം നമ്മുടെ ബോട്ടിൽ ശരിക്കും ഇത് വരച്ചെടുത്ത പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഒട്ടിച്ച സ്ഥലത്ത് ഇങ്ങനെ വിട്ടുപോയ സ്ഥലം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കട്ടായ പോലെ ഉണ്ടാവുന്നില്ല, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ. എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഹാർട്ട് ഷേപ്സിന്റെ പകുതി കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്ത് അതൊക്കെ കറക്റ്റ് ഹാർട്ട് ഷേപ്സിലേക്ക് മാറ്റിയിട്ടാണ് ഞാനിവിടെ ബാക്കി ചെയ്യണത്. അപ്പം ഇതേപോലെ ഞാൻ എല്ലാം മെല്ലെ നല്ല വൃത്തിക്ക് വരച്ചെടുക്കുകയാണ്. ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്ന അത്രയും വൃത്തിക്ക് ഞാൻ വരച്ചെടുക്കുകയാണ്. അപ്പം വരച്ചെടുക്കുകയാണ്. ഇപ്പം ഇവിടെ ഞാൻ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷനും പിന്നെ സൈഡാണ് യൂസ് ചെയ്തേക്കുന്നത്. പുറം ബാക്ക് യൂസ് ചെയ്തിട്ടില്ല ഞാൻ, കാരണം ബാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. പുറകെ ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പം ഞാൻ ചെയ്യും. അപ്പം ഞാനിനി ഫ്ലാസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഗ്ലൂ ആഡ് ചെയ്യാണ് ഫ്ലാസിലൊക്കെ. അപ്പം ഈ ഫ്ലവർ ഞാനൊരു കോർണറിലായിട്ടാണ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണത് ഇപ്പം റൈറ്റ് ടോപ്പിലാണ് ചെയ്യണത്. അപ്പം ഞാനിവിടെ ഗ്ലൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് ടോപ്പിൽ കേട്ടോ. നിങ്ങൾക്ക് എവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തേക്കുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറേ ടൈം കൊടുക്കണം, പിന്നെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം. അപ്പം ഞാൻ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പേർപ്പിൾ 3 ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ലീവ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ത്രെഡോ അങ്ങനെ എന്തെങ്കിലും ചുറ്റണം. അപ്പം ഞാൻ ത്രെഡല്ല യൂസ് ചെയ്യുന്നത്, സാറ്റൻ റിബണാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ സാറ്റൻ റിബണാണ്. അത് നമ്മൾ ചെയ്തേക്കണം മുഴുവൻ റെഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ സാറ്റൻ റിബണും കൂടി റെഡ് ആയാൽ അതിനൊരു ഭംഗി കിട്ടുള്ളൂ. കളർ മാറിയാൽ വൈറ്റിനോട് ചേരുന്ന റെഡ്, ബ്ലാക്ക് അങ്ങനത്തെ കളർ, ഡാർക്ക് കളേഴ്സാണ്. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ്. അപ്പം നമ്മുടെ ബോട്ടിലൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മേലെ റിബൺ ചുറ്റി, താഴെ ഇത് കെട്ടി നോട്ടിട്ടു. ഞാൻ ബോ ചുറ്റിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു ബീഡ്സ് കോർത്തിട്ട് ചെറിയൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ തിരിച്ചിടാം, അതൊന്നും കുഴപ്പമില്ല. ഏത് സൈഡിൽ വേണമെങ്കിൽ തിരിച്ചിടാമല്ലോ. അപ്പോൾ പിന്നെ അത് തൂങ്ങിക്കിടക്കാൻ കാണുന്ന ഒരു രസമല്ലേ. അപ്പോൾ പിന്നെ ഫ്ലവേഴ്സും നല്ല കോമ്പിനേറ്റ് ആയിട്ട്, വൈറ്റിനോട് നല്ല റെഡ്, ഒരു റോസ് കോമ്പിനേഷൻ, പിന്നെ വൈറ്റും റെഡും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അത് എന്തൊക്കെ പറഞ്ഞാലും റെഡ് സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് താഴെ വേണമെങ്കിൽ ഒരു ചെറിയൊരു വൈറ്റ് സെയിം കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുത്താൽ, പിന്നെ സ്പ്രേ പെയിന്റ് ഒരു ചെറിയൊരു ഒരു ഇത് വരുന്നതുകൊണ്ട് ഒരു ചെറിയ ഡിം കളർ വരുന്നുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ശരിയായിട്ടുണ്ട്. So my project is done for today. Hope you all enjoyed my video. Please subscribe my channel for more interesting video. See you next time. Bye bye. മറ്റൊരു നല്ല വീഡിയോ